ദ സീക്രട്ട് ടു അട്രാക്റ്റിംഗ് വെൽത്ത്. ഞെട്ടരുതേ, 21 ദിവസങ്ങൾക്കുള്ളിൽ പണം നിങ്ങളെ തേടിവരും. എവിടുന്ന് വരാനാ? ഇതുപോലെ എന്തൊക്കെ ചെയ്തതാ? അതൊക്കെ ഭാഗ്യമുള്ളവർക്ക്. എനിക്കിതൊന്നും വരില്ല. ഇങ്ങനെയാണ് നിങ്ങളിത് കേട്ടപ്പോൾ ചിന്തിക്കുന്നത്. എന്നാൽ ആദ്യം വിശ്വസിക്കൂ. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും. 21 ദിവസങ്ങൾക്കുള്ളിൽ പണം നിങ്ങളെ തേടിയെത്തും. പ്രപഞ്ചം നിങ്ങളിലേക്ക് പണം എത്തിക്കുന്നത് വിവിധ രൂപത്തിലായിരിക്കും. അത് കേവലം കറൻസിയായിട്ട് മാത്രമല്ല. പ്രപഞ്ചത്തിന് അതിൻ്റേതായ ഒരു രീതിയുണ്ട്. ചിലപ്പോൾ നല്ല ശമ്പളം ലഭിക്കുന്ന ഒരു ജോലിയുടെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ആയിരിക്കും. ചിലപ്പോൾ അതിനു മുമ്പുള്ള ഇന്റർവ്യൂ ആയിരിക്കും. ചിലപ്പോൾ ഒരു ബിസിനസ് അവസരമായിരിക്കും. ചിലപ്പോൾ നിങ്ങളെ സഹായിക്കാൻ കെൽപ്പുള്ള, നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കും നിങ്ങളുടെ മുമ്പിൽ പണം പ്രത്യക്ഷപ്പെടുന്നത്. അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് ലഭിക്കുന്ന സ്ഥാനക്കയറ്റമോ അവാർഡുകളോ അംഗീകാരങ്ങളോ ഒക്കെയായിട്ടും പണം പ്രത്യക്ഷപ്പെടാം. പ്രകൃതി സമ്പത്തും അംഗീകാരവും അധികാരവും നിങ്ങളിലേക്കെത്തിക്കുന്നത് വെറും നോട്ടുകെട്ടുകളുടെ രൂപത്തിൽ മാത്രമായിരിക്കുകയില്ല എന്ന് ആദ്യം വിശ്വസിക്കുക. പ്രപഞ്ചത്തിന്റെ താളക്രമങ്ങൾ, സൂചനകൾ മനസ്സിലാക്കുക, മുന്നോട്ടു നീങ്ങുക. ഇനി നിങ്ങൾ യഥാർത്ഥത്തിൽ ഞെട്ടാൻ തന്നെ തയ്യാറാവുക. ഭയം കൊണ്ടല്ല, സന്തോഷം കൊണ്ട് ഞെട്ടാൻ. പണം ആകർഷിക്കുന്ന അഫർമേഷനിലേക്ക് കടക്കുന്നതിനു മുമ്പ് നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. മനസ്സിലെ കളകൾ പിഴുതുമാറ്റേണ്ടതുണ്ട്. വയലേലകളിൽ നെല്ലിനോടൊപ്പം വളരുന്ന കളകൾ പറിച്ചുമാറ്റുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കളകൾ മാറ്റുമ്പോൾ എത്ര ശക്തിയോടെയാണ് ചെടികൾ വളരുന്നത്. ഇതുവരെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ ഇനി മുതൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ. അത് നിങ്ങൾക്ക് പ്രകൃതിയുടെ താളക്രമങ്ങൾ മനസ്സിലാക്കുവാനുള്ള സൂചനകൾ നൽകും. അപ്പോൾ നമുക്ക് ആദ്യം മനസ്സിനെ ശുദ്ധീകരിക്കാം. എന്തുകൊണ്ടാണ് ചിലർ മാത്രം അനായാസം പണം സമ്പാദിക്കുന്നത്? കഠിനാധ്വാനം ചെയ്തിട്ടും മറ്റു ചിലർ എപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ തന്നെ തുടരുന്നത് എന്തുകൊണ്ടാണ്? ഇതൊരു ഭാഗ്യമല്ല, ഇതൊരു മാജിക്കുമല്ല. ഇത് മനസ്സിന്റെ ശാസ്ത്രമാണ്. കൃത്യമായി പറഞ്ഞാൽ നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ശക്തി. പണമെന്നത് വെറും കടലാസോ നാണയമോ മാത്രമല്ല. അതൊരു ഊർജ്ജമാണ്, പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ ഊർജ്ജങ്ങളിലൊന്ന്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഊർജ്ജത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാനുള്ള ഒരു രഹസ്യ വഴിയാണ്. നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് എങ്ങനെ ഉയർത്താം എന്ന് അടുത്ത ഏതാനും മിനിറ്റിൽ നിങ്ങൾ അനുഭവിച്ചറിയും. വെറുതെ കേട്ടിരിക്കുകയല്ല, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റത്തിന്റെ തുടക്കമാണ്. ആദ്യം പ്രശ്നമെന്താണെന്ന് തിരിച്ചറിയാം, എന്നിട്ട് നമുക്ക് പരിഹാരം കാണാം. പണം മരത്തിലല്ല കായ്ക്കുന്നത്. പണമാണ് എല്ലാ തിന്മകളുടെയും കാരണം. നമുക്കത്രയും പണക്കാരനാകാൻ കഴിയില്ല. ഇത്തരം വാക്കുകൾ ചെറുപ്പം മുതൽ കേട്ട് നമ്മുടെ ഉപബോധ മനസ്സ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് വിശ്വസിച്ചിരിക്കുന്നത് പണം ലഭിക്കാൻ പ്രയാസമാണെന്നാണ്. ഈ വിശ്വാസമാണ് പണം നിങ്ങളിലേക്ക് വരുന്നത് തടയുന്ന യഥാർത്ഥ വില്ലൻ. നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും നിങ്ങളുടെ മനസ്സ് പണത്തെ അകറ്റി നിർത്തും. പക്ഷേ ക്വാണ്ടം ഫിസിക്സും എനർജി സയൻസും പറയുന്നത് മറ്റൊന്നാണ്. ലൈക്ക് അട്രാക്ട്സ് ലൈക്ക്. അതായത് നിങ്ങൾ എന്തിനാണോ ചിന്തിക്കുന്നത്, എന്തിനാണോ തീവ്രമായി ആഗ്രഹിക്കുന്നത്, അത് നിങ്ങളിലേക്ക് കാന്തം പോലെ ആകർഷിക്കപ്പെടും. ഇന്ന് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് മണി അഫർമേഷനുകളാണ്. ഇത് വെറും വാക്കുകളല്ല, ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യുന്ന കമാൻഡുകളാണ്. ഇനി നമുക്ക് പണത്തെ ആകർഷിക്കുന്ന മണി മാഗ്നറ്റ് അഫർമേഷൻ തുടങ്ങാം. അതിനുവേണ്ടി നിങ്ങൾക്ക് സ്വസ്ഥമായി ഇരിക്കാൻ കഴിയുന്ന ഒരിടം കണ്ടെത്തുക. ഇരിക്കുന്നതോ കിടക്കുന്നതോ ആയ അവസ്ഥയിൽ നിങ്ങൾക്കിത് കേൾക്കാം. ഹെഡ്ഫോൺ ഉണ്ടെങ്കിൽ അതുപയോഗിക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യും. പതിയെ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. ഒരു ദീർഘശ്വാസം എടുക്കൂ. ശ്വാസമുള്ളിലേക്ക്, ശ്വാസം പുറത്തേക്ക്. ശരീരത്തിലെ പേശികൾ അയച്ചിടുക. നിങ്ങളുടെ മനസ്സിപ്പോൾ ശാന്തമായിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തെ ശബ്ദങ്ങളൊന്നും നിങ്ങളെ അലോസരപ്പെടുത്തുന്നില്ല. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സ്വന്തം ശബ്ദമായി, സ്വന്തം ചിന്തയായി ഏറ്റെടുക്കുക. ഇത് കേവലം വാക്കുകളല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സത്യമാണെന്ന് പൂർണ്ണമായും വിശ്വസിക്കുക. നിങ്ങളുടെ മനസ്സിൽ കാണുക, വിഷ്വലൈസ്. പണം നിങ്ങളിലേക്ക് ഒഴുകിവരുന്നത്, നിങ്ങളുടെ അക്കൗണ്ടിൽ പണം നിറയുന്നത്. ആ സന്തോഷം, ആ സമാധാനം ഇപ്പോൾ അനുഭവിക്കുക. ഞാൻ സാമ്പത്തികമായി പൂർണ്ണ സ്വതന്ത്രനാണ്. ഞാൻ സാമ്പത്തികമായി പൂർണ്ണ സ്വതന്ത്രനാണ്. ഞാൻ സാമ്പത്തികമായി പൂർണ്ണ സ്വതന്ത്രനാണ്. ഞാൻ അളവില്ലാത്ത സമ്പത്തിന് അർഹനാണ്. ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഞാൻ അളവില്ലാത്ത സമ്പത്തിന് അർഹനാണ്. ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഞാൻ അളവില്ലാത്ത സമ്പത്തിന് അർഹനാണ്. ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. പണം പല വഴികളിലൂടെ തുടർച്ചയായി എന്നിലേക്ക് ഒഴുകിയെത്തുന്നു. പണം
പല വഴികളിലൂടെ തുടർച്ചയായി എന്നിലേക്ക് ഒഴുകിയെത്തുന്നു. പണം പല വഴികളിലൂടെ തുടർച്ചയായി എന്നിലേക്ക് ഒഴുകിയെത്തുന്നു. എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഓരോ ദിവസവും ഓരോ നിമിഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഓരോ ദിവസവും ഓരോ നിമിഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഓരോ ദിവസവും ഓരോ നിമിഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പണത്തെ സ്നേഹിക്കുന്നു. പണം എന്നെയും സ്നേഹിക്കുന്നു. ഞാൻ പണത്തെ സ്നേഹിക്കുന്നു. പണം എന്നെയും സ്നേഹിക്കുന്നു. ഞാൻ പണത്തെ സ്നേഹിക്കുന്നു. പണം എന്നെയും സ്നേഹിക്കുന്നു. ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ്. ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ്. ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ്. പ്രതീക്ഷിച്ചതും അപ്രതീക്ഷിതവുമായ വഴികളിലൂടെ പണം ഇപ്പോൾ എന്നെ തേടി വരുന്നു. പ്രതീക്ഷിച്ചതും അപ്രതീക്ഷിതവുമായ വഴികളിലൂടെ പണം ഇപ്പോൾ എന്നെ തേടി വരുന്നു. പ്രതീക്ഷിച്ചതും അപ്രതീക്ഷിതവുമായ വഴികളിലൂടെ പണം ഇപ്പോൾ എന്നെ തേടി വരുന്നു. എൻ്റെ ജീവിതത്തിൽ സമ്പത്ത് നിറയ്ക്കാൻ പ്രപഞ്ചം എപ്പോഴും എന്നെ സഹായിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ സമ്പത്ത് നിറയ്ക്കാൻ പ്രപഞ്ചം എപ്പോഴും എന്നെ സഹായിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ സമ്പത്ത് നിറയ്ക്കാൻ പ്രപഞ്ചം എപ്പോഴും എന്നെ സഹായിക്കുന്നു. സാമ്പത്തിക സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്. സാമ്പത്തിക സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്. സാമ്പത്തിക സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്. പണം ചിലവഴിക്കുന്തോറും അത് ഇരട്ടിയായി എന്നിലേക്ക് തിരിച്ചു വരുന്നു. പണം ചിലവഴിക്കുന്തോറും അത് ഇരട്ടിയായി എന്നിലേക്ക് തിരിച്ചു വരുന്നു. പണം ചിലവഴിക്കുന്തോറും അത് ഇരട്ടിയായി എന്നിലേക്ക് തിരിച്ചു വരുന്നു. എനിക്ക് ചുറ്റും എപ്പോഴും സമ്പത്തിൻ്റെ ഒരു പോസിറ്റീവ് ഊർജമുണ്ട്. എനിക്ക് ചുറ്റും എപ്പോഴും സമ്പത്തിൻ്റെ ഒരു പോസിറ്റീവ് ഊർജമുണ്ട്. എനിക്ക് ചുറ്റും എപ്പോഴും സമ്പത്തിൻ്റെ ഒരു പോസിറ്റീവ് ഊർജമുണ്ട്. എൻ്റെ വരുമാനം എൻ്റെ ചിലവുകളേക്കാൾ എപ്പോഴും കൂടുതലായിരിക്കും. എൻ്റെ വരുമാനം എൻ്റെ ചിലവുകളേക്കാൾ എപ്പോഴും കൂടുതലായിരിക്കും. എൻ്റെ വരുമാനം എൻ്റെ ചിലവുകളേക്കാൾ എപ്പോഴും കൂടുതലായിരിക്കും. പണം സമ്പാദിക്കുന്നത് എനിക്ക് വളരെ എളുപ്പമുള്ള കാര്യമാണ്. വലിയ തുകകൾ കൈകാര്യം ചെയ്യാൻ എനിക്ക് നല്ല കഴിവുണ്ട്. പണം സമ്പാദിക്കുന്നത് എനിക്ക് വളരെ എളുപ്പമുള്ള കാര്യമാണ്. വലിയ തുകകൾ കൈകാര്യം ചെയ്യാൻ എനിക്ക് നല്ല കഴിവുണ്ട്. പണം സമ്പാദിക്കുന്നത് എനിക്ക് വളരെ എളുപ്പമുള്ള കാര്യമാണ്. വലിയ തുകകൾ കൈകാര്യം ചെയ്യാൻ എനിക്ക് നല്ല കഴിവുണ്ട്. എൻ്റെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് എനിക്ക് പൂർണ്ണമായ ആത്മവിശ്വാസമുണ്ട്. എൻ്റെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് എനിക്ക് പൂർണ്ണമായ ആത്മവിശ്വാസമുണ്ട്. എൻ്റെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് എനിക്ക് പൂർണ്ണമായ ആത്മവിശ്വാസമുണ്ട്. എൻ്റെ കയ്യിൽ എപ്പോഴും ആവശ്യത്തിലധികം പണമുണ്ട്. എൻ്റെ കയ്യിൽ എപ്പോഴും ആവശ്യത്തിലധികം പണമുണ്ട്. എൻ്റെ കയ്യിൽ എപ്പോഴും ആവശ്യത്തിലധികം പണമുണ്ട്. ഞാൻ സമ്പന്നനാണ്, ആരോഗ്യമുള്ളവനാണ്, സന്തോഷവാനാണ്. ഞാൻ സമ്പന്നനാണ്, ആരോഗ്യമുള്ളവനാണ്, സന്തോഷവാനാണ്. ഞാൻ സമ്പന്നനാണ്, ആരോഗ്യമുള്ളവനാണ്, സന്തോഷവാനാണ്. ഓരോ ശ്വാസത്തിലും ഞാൻ ഐശ്വര്യത്തെ ഉള്ളിലേക്കെടുക്കുന്നു. ഓരോ ശ്വാസത്തിലും ഞാൻ ഐശ്വര്യത്തെ ഉള്ളിലേക്കെടുക്കുന്നു. ഓരോ ശ്വാസത്തിലും ഞാൻ ഐശ്വര്യത്തെ ഉള്ളിലേക്കെടുക്കുന്നു. പണം ഒരു നല്ല കാര്യമാണ്. അതെൻ്റെ ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരുന്നു. പണം ഒരു നല്ല കാര്യമാണ്. അതെൻ്റെ ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരുന്നു. പണം ഒരു നല്ല കാര്യമാണ്. അതെൻ്റെ ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരുന്നു. എനിക്ക് ലഭിക്കുന്ന ഓരോ രൂപയ്ക്കും ഞാൻ നന്ദി പറയുന്നു. എനിക്ക് ലഭിക്കുന്ന ഓരോ രൂപയ്ക്കും ഞാൻ നന്ദി പറയുന്നു. എനിക്ക് ലഭിക്കുന്ന ഓരോ രൂപയ്ക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ സാമ്പത്തിക വിജയത്തിന് അതിരുകളില്ല. ഞാൻ പണവുമായി നല്ലൊരു സൗഹൃദത്തിലാണ്. എൻ്റെ സാമ്പത്തിക വിജയത്തിന് അതിരുകളില്ല. ഞാൻ പണവുമായി നല്ലൊരു സൗഹൃദത്തിലാണ്. എൻ്റെ സാമ്പത്തിക വിജയത്തിന് അതിരുകളില്ല. ഞാൻ പണവുമായി നല്ലൊരു സൗഹൃദത്തിലാണ്. എൻ്റെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാനുള്ള സമ്പത്ത് ഇപ്പോഴെൻ്റെ കയ്യിലുണ്ട്.
എന്റെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാനുള്ള സമ്പത്ത് ഇപ്പോഴെന്റെ കയ്യിലുണ്ട്. എന്റെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാനുള്ള സമ്പത്ത് ഇപ്പോഴെന്റെ കയ്യിലുണ്ട്. ഞാൻ സമ്പത്തെ ആകർഷിക്കുന്നു, സമ്പത്ത് എന്നെ തേടി വരുന്നു. ഇത് സത്യമാണ്, ഇതെന്റെ ജീവിതമാണ്. ഞാൻ സമ്പത്തെ ആകർഷിക്കുന്നു, സമ്പത്ത് എന്നെ തേടി വരുന്നു. ഇത് സത്യമാണ്, ഇതെന്റെ ജീവിതമാണ്. ഞാൻ സമ്പത്തെ ആകർഷിക്കുന്നു, സമ്പത്ത് എന്നെ തേടി വരുന്നു. ഇത് സത്യമാണ്, ഇതെന്റെ ജീവിതമാണ്. അടുത്ത സ്റ്റെപ്പ് ആഴത്തിലുള്ള ദൃശ്യവൽക്കരണം, ഡീപ്പ് വിഷ്വലൈസേഷൻ ആൻഡ് ലൂപ്പ്. ഇപ്പോൾ ഈ വാക്കുകൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പതിഞ്ഞുകഴിഞ്ഞോ? ഒന്നുകൂടി സങ്കൽപ്പിക്കുക. നിങ്ങളുടെ മൊബൈലിലേക്ക് പണം ക്രെഡിറ്റായ മെസ്സേജ് വരുന്നത് കാണുക. നിങ്ങൾക്കിഷ്ടപ്പെട്ട വീട്, വാഹനം, വസ്ത്രങ്ങൾ ഇവയെല്ലാം സ്വന്തമാക്കുന്നത് മനസ്സിൽ കാണുക. അതിലൂടെ ലഭിക്കുന്ന ആത്മവിശ്വാസം, ആ ചിരി, അതനുഭവിക്കുക. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ടതില്ല. പ്രപഞ്ചം നിങ്ങളെ സമൃദ്ധിയിലേക്ക് നയിക്കുകയാണ്. തടസ്സങ്ങളെല്ലാം മാറിപ്പോയിരിക്കുന്നു. പണത്തിന്റെ പ്രവാഹം തടസ്സമില്ലാതെ നിങ്ങളിലേക്ക് നടന്നെടുക്കുന്നു. പതിയെ, വളരെ പതിയെ നമുക്ക് തിരികെ വരാം. ഒരു ദീർഘശ്വാസമെടുക്കൂ. സാവധാനം ശ്വാസം പുറത്തേക്ക് വിടൂ. ഈ കേട്ട കാര്യങ്ങൾ വെറും വാക്കുകളല്ല, വരാനിരിക്കുന്ന നിങ്ങളുടെ ഭാവിയാണ്. ഈ പോസിറ്റീവ് ഊർജം ദിവസം മുഴുവൻ നിങ്ങളോടൊപ്പമുണ്ടായിരിക്കും. ഏതു സമയത്തും നിങ്ങൾക്കിത് പരിശീലിക്കാം. എന്നാൽ ഏറ്റവും നല്ലത് ഉറങ്ങുന്നതിന് തൊട്ടുമുൻപോ രാവിലെ എഴുന്നേറ്റ ഉടനെയോ പരിശീലിക്കുന്നതാണ്. ഈ വരികൾ ദിവസവും കേൾക്കുക. കേട്ട ശേഷം നിങ്ങൾ ഓർമ്മയിൽ നിന്നും ഇതാദ്യം മുതൽ ആവർത്തിക്കണം. ആദ്യമൊക്കെ ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. 21 ദിവസം തുടർച്ചയായി ഇതു കേൾക്കുകയും വിശ്വസിക്കുകയും നിങ്ങളത് പരിശീലിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം അത്ഭുതകരമായിരിക്കും. നിങ്ങളുടെ സാമ്പത്തിക വിജയം ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. വിശ്വസിക്കുക, സ്വീകരിക്കുക. നിങ്ങളുടെ അനുഭവങ്ങൾ അതെന്തുതന്നെയായാലും വീഡിയോയിൽ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കുകയാണെങ്കിൽ വീഡിയോ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നന്ദി.